ഹായ് അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലുവേദനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഇന്നലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അയച്ചിട്ടുണ്ട് കേട്ടോ. യൂറിക് ആസിഡ് കൂടിയതായിരിക്കും, ചെരുപ്പിട്ട് നടക്കണം, റബ്ബർ ചെരുപ്പ് ഇടണം, എന്നിട്ട് വേറെ എന്തോ ഒരു ചെരുപ്പിൻ്റെ പേര് പറഞ്ഞു. ആ ചെരുപ്പൊക്കെ ഇട്ടിട്ട് അകത്ത് കൂടെ നടന്നാൽ മതി. ഒരുപാട് പേർക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ ഓടിപ്പോയി നോക്കുമല്ലോ അവിടെയും കറണ്ട് പോയിട്ടുണ്ടോയെന്ന്. അപ്പോൾ അവിടെയും കൂടിയും പോയിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു സമാധാനമല്ലേ. അതുപോലെ തന്നെ ഇന്നലെ കമൻറ്റ് ബോക്സ് വായിച്ചപ്പോൾ ഞങ്ങളും ഇത് അനുഭവിക്കുന്നുണ്ട്, അതേപോലെ വേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി സമാധാനമായില്ല. കുറച്ച് സമാധാനമായിട്ടുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കാല് വൈകുന്നേരം ആയപ്പോൾ വേദനയ്ക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നാലും വേദന ഉണ്ടായിരുന്നു. എന്നാലും രാവിലത്തെ അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ച് വയ്ക്കാം കേട്ടോ വൈകുന്നേരം ആയപ്പോൾ. എന്താ പറയുക, ദോശയ്ക്കാണ് അരി ഉഴുന്ന് വെള്ളത്തിലിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അരച്ച് വയ്ക്കുക. അപ്പോൾ ഇഷമോൾ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഓരോന്ന് എടുത്ത് തരാനും അതിനൊക്കെയാണ്. അവളിൻ്റെ അടുത്തുനിന്ന് പോകണില്ല കേട്ടോ. എന്തെങ്കിലും എടുത്തു തരണമെങ്കിൽ ഞാൻ പോയിട്ട് എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് തന്നെ നിൽക്കുക. അപ്പോൾ നല്ല ഡാൻസാണ് മൂപ്പര് അടുപ്പുംതറയുടെ മുകളിൽ കയറി നിന്നിട്ട് ഡാൻസ് കളിക്കുകയാണ്. നിഴലിലൊക്കെ നോക്കിയിട്ട് കളിക്കുന്നത്. എന്തൊക്കെയാണ് കളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അതൊക്കെ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ ഞാൻ കണ്ടത്. എന്താ വെച്ചാൽ എൻ്റെ ബാക്കിൽ നിന്നിട്ടല്ലേ ഈ കോപ്രായങ്ങൾ കാട്ടണത്. അപ്പോൾ അരി ഉഴുന്നൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് കൈ വെച്ചിട്ട് തന്നെ കേട്ടോ ഞാനൊന്ന് ഇളക്കാറ്. ലാസ്റ്റ് ട്രിപ്പിൽ ഞാൻ കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് അരയ്ക്കും. അപ്പോൾ അതും കൂടി ഇട്ട് അരച്ച് ഒന്ന് കൈ വെച്ച് മിക്സ് ചെയ്ത് അങ്ങനെ അതവിടെ മാറ്റി മൂടി വെച്ചു വിട്ടു. അപ്പോൾ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാത്രം കഴുകണ ഏരിയ അതാണ്. ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇവിടെ പാത്രം കഴുകുന്ന ഭാഗങ്ങളൊന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ലായിരുന്നു. അപ്പം ഇന്നലെ ഒന്നും എടുത്തതാ കേട്ടോ. അപ്പോൾ കാലിങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ചുളു ഇങ്ങനെ കുത്തണൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നവിടെ ചെറുതായിട്ടൊന്ന് നീരൊക്കെ ഉണ്ട്. എന്തായാലും കുറച്ച് വ്യത്യാസമുണ്ട്. നല്ല വേദനയ്ക്കുള്ളത് ഇന്നേക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. അതെന്തുകൊണ്ടാണ് വ്യത്യാസം, മരുന്നൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. എന്തായാലും ഞാൻ ഇന്ന് ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു. പോയിട്ട് ഇപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് ഇപ്പോൾ വരാൻ തന്നെ നേരം വൈകി. ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ എടുത്തില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുഞ്ഞും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് വലിയ മടിയില്ല. ഞാൻ ഒറ്റയ്ക്കാവുമ്പോഴേക്ക് വീഡിയോ എടുക്കാനും റോട്ടിൽ കൂടെ നടന്നിട്ട് വീഡിയോ എടുക്കണ്ടേ എന്നുള്ളൊരു മടിയും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അത് കാരണം ഞാൻ എടുത്തില്ല. അപ്പോൾ എന്താ പറയുക, ഞാൻ വീഡിയോ സ്പീഡാക്കി കേട്ടോ. ഞാൻ മുടന്തിയിട്ട് നടക്കണം. എന്നാലും രാവിലത്തെ അത്ര മുടന്തലില്ല കേട്ടോ. രാവിലെ ഭയങ്കരമായിട്ട് വേദനയായിരുന്നു. കാലിൻ്റെ മുട്ടിൻ്റെ ബാക്ക് വശമൊക്കെ ഉണ്ടല്ലോ അവിടേക്കൊക്കെ വേദന വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് മുഖം കണ്ടറിയാം വയ്യ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇനി വൈകുന്നേരത്ത് കുട്ടികൾക്ക് നാളെ സ്കൂളുണ്ടല്ലോ, തിങ്കളാഴ്ച സ്കൂളുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഉപ്പേരിക്ക് എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ ഞാൻ ബീട്രൂട്ട് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുപ്പം തറയാൻ ഇരുന്നിട്ട് തന്നെ ഞാൻ അതൊക്കെ അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വേഗം. അപ്പോൾ രാത്രിയിലത്തെ പണിയാണ് ഇതൊക്കെ. ഉപ്പേരിക്ക് എന്തെങ്കിലും കഷ്ണം ഉണ്ടെങ്കിൽ ഒക്കെ നുറുക്കി വയ്ക്കും. പിന്നെ വെള്ളം ഇപ്പോൾ തിളപ്പിച്ച് വയ്ക്കാറില്ല. ഇപ്പോൾ രാവിലെ തന്നെ തിളപ്പിച്ച് വയ്ക്കാറുള്ളൂ. രാത്രി ആകുമ്പോൾ തിളപ്പിച്ച് വയ്ക്കുമ്പോൾ വലിയ എയിമില്ല. കുട്ടികൾക്ക് ചൂട് കൊടുക്കാനും കൊടുത്തേക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ വീണ്ടും ചൂടാക്കാൻ നിൽക്കണ്ടേ. അപ്പോൾ ഞാൻ രാവിലെ എന്തായാലും നേരത്തെ എണീക്കണതല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ വെള്ളം ചൂടാക്കി രാവിലെ തന്നെ ചൂടാക്കും കേട്ടോ. പിന്നെ കുഞ്ഞുവിന് മാത്രമേ ചോറ് വെക്കണ്ട. ചോറ് ഞാനപ്പോൾ ഇവനെന്ത് ചെയ്യും, നമ്മൾക്ക് ചോറ് വയ്ക്കുമ്പോൾ ഞാനൊരു കൊട്ടക്കയിൽ ചോറ് വേവണേക്കാളും മുന്നേ ഒന്ന് ഊറ്റിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ചൂടാറി കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ പിന്നെ രാവിലെ ഒന്നുകൂടി തിളപ്പിച്ചിട്ട് കൊടുത്തേക്കില്ല വേണ്ടോയെന്ന് വിചാരിച്ചിട്ട് നല്ല വേവാവണേക്കാളും മുന്നേ ഒന്ന് ഊറ്റി വയ്ക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഇവർക്ക് ബീട്രൂട്ട് ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എന്നും ബീട്രൂട്ട് തന്നെ ഉപ്പേരി വയ്ക്കുന്നത്. അപ്പോൾ ഡോക്ടറെ കണ്ട വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഡോക്ടറും തന്നെ പറഞ്ഞിട്ടാണ് യൂറിക് ആസിഡ് കൂടിയിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഡോക്ടറോട്. ഞാൻ വിചാരിച്ചത് ആദ്യം ഞാൻ ചന്ദ്ര ഡോക്ടറിനെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ മാറ്റി കാണിക്കണം വിചാരിച്ചിരുന്നു, ഷാനവാസ് ഡോക്ടറെ കാണിക്കണം വിചാരിച്ചിരുന്നു. പിന്നെ എനിക്ക് തോന്നി വേണ്ട, എന്തപ്പോൾ ഈ ഡോക്ടർക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ട് അങ്ങോട്ട് തന്നെ പോയിട്ടാ. എന്നിട്ട് ചന്ദ്ര ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഇത്ര ദിവസം വരാം, 4 മാസമായി തൈറോയ്ഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട്. നമ്മൾ ഗുളിക കഴിയുമ്പോൾ ആ ഗുളിക തന്നെ മേടിച്ചിട്ട് കഴിക്കുമായിരുന്നു. അതൊന്നും ടെസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ചീത്തൊക്കെ കേട്ടു കേട്ടോ. പഴയ ലിസ്റ്റ് കൊണ്ട് പോകണതല്ലേ, അപ്പോൾ അതിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഡോക്ടറിൻ്റെ മുഖത്തേക്ക് തന്നെ ഒരു 10 സെക്കൻഡ് നോക്കിയിരുന്നു. എന്തപ്പോൾ ഇത് കഥ ചോദിച്ചിട്ട് എടുത്തുന്നിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ പറ്റിയില്ല പറഞ്ഞു. അപ്പോൾ എന്താ വരാൻ പറ്റാതെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് ചീത്തൊക്കെ കേട്ടു കേട്ടോ. എന്നിട്ട് പിന്നെ എന്താ പറയുക, ചീത്താന്ന് പറഞ്ഞു ഡോക്ടർ ചീത്ത പറഞ്ഞത് വല്ലാതെ ചീത്തല്ല. എല്ലാവർക്കും അറിയാലോ, ഡോക്ടർ നമ്മൾ എല്ലാ മാസവും കറക്റ്റായിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് ഗുളികയൊക്കെ കഴിക്കണം. ഞാൻ എന്താ പറയുക
55യുടെ ഗുളിക ഞങ്ങളുടെ കഴിച്ചിരുന്നു എന്നുണ്ട് തൈറോയിഡിന്. ആ ഗുളിക തന്നെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ കഴിക്കായിരുന്നു. അപ്പോൾ ഡോക്ടർ ചീത്ത പറഞ്ഞു, ചിലപ്പോൾ തൈറോയ്ഡ് കൂടിയിട്ടുണ്ടാവും, ചിലപ്പോൾ തൈറോയ്ഡ് കുറവായിരിക്കും, അപ്പോൾ ഈ ഗുളിക തന്നെ കഴിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ ശരിയാവുക, ഇത്ര ബോധമില്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ചീത്തൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു വരാൻ പറ്റാത്ത കാരണമാണ് എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞങ്ങനെ മാറി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലാം പോയി ടെസ്റ്റ് ചെയ്തിട്ട് എന്തായാലും തൈറോയ്ഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തെ കിട്ടുള്ളൂ, അപ്പോൾ വൈകുന്നേരത്തെ തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നാളെ റിസൾട്ട് വാങ്ങിയിട്ട് അങ്ങനെ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ തൈറോയിഡിൻ്റെയും പിന്നെ എന്താ പറയുക യൂറിക് ആസിഡിൻ്റെയും എല്ലാത്തിൻ്റെയും ടെസ്റ്റിനുള്ളത് നമ്മളവിടെ ബ്ലഡൊക്കെ കൊടുത്തിട്ടാണ് വന്നേക്കണത്. ഇനി നാളെ പോയിട്ട് റിസൾട്ട് വാങ്ങിയിട്ട് ഡോക്ടറെ കാണിക്കണം. എന്നാലും കാലിൻ്റെ ആ വേദനയ്ക്കുള്ള ഗുളിക 2 ദിവസത്തേക്ക് എഴുതിയാന്ന് കേട്ടോ. വേദന മാറണമല്ലോ. കാലിൻ്റെ തള്ളവിരലിനും ചെറുതായിട്ട് ആ ജോയിന്റിൽ വേദന ഉണ്ട്. പിന്നെ കാലിൻ്റെ ഞെരിയാണിൻ്റെ ബാക്കിൽ ഞാൻ കാണിച്ചിരുന്നില്ലേ, അവിടെ കുറച്ച് ചെറുതായിട്ടൊന്ന് നീരും ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ ഇപ്പം 2 ദിവസത്തേക്കുള്ള ഗുളിക ഞാൻ എഴുതിയിട്ടുള്ളൂ, പിന്നെ ബാക്കി പിന്നെ തരാം, ടെസ്റ്റ് ചെയ്തിട്ട് വായുമെന്ന് പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ അതാ വീട്ടിൽ ഒരു 1:30 ആകുമ്പോഴാണ് ഞാൻ എത്തിയത്. അവിടെ ലാബിലും തിരക്കുണ്ടായിരുന്നു, പിന്നെ ഡോക്ടർ അവിടെയും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റൂമിലാണ് കേട്ടോ തുണികൾ തോരട്ടേക്കുന്നത്. വൈകുന്നേരം ആയി കഴിഞ്ഞ് ഞാൻ തുണികളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് ഇടും. പിന്നെ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോൾ അത് ഉണങ്ങൂലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടില്ല. ഇന്ന് നേരം കിട്ടിയില്ല. കുട്ടികളെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഞാനൊരു 10-10:30 ആകുമ്പോൾ പോയതാണ്, പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്. നീ ചെരുപ്പ് മേടിച്ചിട്ടില്ല കേട്ടോ. കുറേ പേര് ചെരുപ്പ് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെരുപ്പ് വാങ്ങിച്ചിട്ടില്ല, നാളെ പോയിട്ട് വാങ്ങിക്കണം. എനിക്ക് വയ്യാണ്ടായി, അതിനൊക്കെ നടന്ന് വന്ന് കാലൊക്കെ വേദനിച്ച് ഇവിടേക്ക് കിട്ടിയാൽ മതി എന്നായി. അപ്പോൾ ചെരുപ്പൊന്നും വാങ്ങാൻ നിന്നില്ല. അപ്പോൾ നേരെ ഇങ്ങോട്ട് പോകുന്നു. ഇനി നാളെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ റിസൾട്ട് കാണിക്കാൻ പോകുമ്പോൾ ചെരുപ്പ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.